നമുക്കറിയാം നമ്മുടെ ആരോഗ്യരംഗത്തെ നാഡീവ്യൂഹമാണ്, നട്ടെല്ലാണ് ആശാ വർക്കർമാർ. അവർ നടത്തുന്ന സമരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഓണറേറിയം അടക്കം കിട്ടുന്ന തുക വളരെ തുച്ഛമാണ്. 7000 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കും? അത് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയില്ലേ. പക്ഷേ നമ്മുടെ സർക്കാരിന് അത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം പേരിന് വേണ്ടി ആദ്യം ഒരു ഇടപെടൽ നടത്തി, പിന്നീട് ദിവസങ്ങളോളം പൊരിവെയിലത്ത് രാപ്പകൽ അങ്ങനെ സമരം നടത്തേണ്ട ഗതികേടിലേക്ക് അവർ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തറച്ചു പോകുന്നതാണ്. അതിഥികളിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ശാലിനി, ആശാ വർക്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം റെജി ലൂക്കോസ്, ഇടനിരീക്ഷകൻ, മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ടെലിഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ശാലിനിയിലേക്ക്. ശാലിനി, ഇപ്പോൾ സമരം ഇന്ന് 13ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സമരത്തിൻ്റെ രൂപമൊക്കെ മാറി. കാരണം തലസ്ഥാനത്തെന്നല്ല, കേരളത്തിലറിയാം, പുറത്തേക്ക് ഈ സമയം നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ പോലും ഇറങ്ങാൻ കഴിയാത്തവണ്ണം കൊടും ചൂടാണ്. അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് നടയിലെ ചൂട് അങ്ങേയറ്റം വർദ്ധിക്കുന്ന സമയങ്ങളാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അവിടെയൊക്കെ ഇരുന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ അത് എത്രത്തോളം വലുതാണ്? എന്തെങ്കിലും ഒരു വിളിപ്പാടകലെ ആണ്, തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ്. മന്ത്രിമാരൊക്കെ കടന്നു പോകുന്നത് നിങ്ങളുടെ മുന്നിലൂടെയാണ്. എന്തെങ്കിലും ശുഭസൂചന ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അറിയിപ്പോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ സമരത്തിലിരിക്കുന്നത്. സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുമ്പിലാണ് സാറിന് ഞങ്ങൾ 13 ദിവസമായി രാപ്പകൽ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികൾ, കുടുംബം, ഞങ്ങളുടെ മാതാപിതാക്കൾ, വയസ്സായവർ, രോഗിയായവരാണ്. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരുവോരത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ തീരെ നിവർത്തി കെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സമരവുമായി മുന്നിലെത്തിയത്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഓരോ ഡിമാൻഡുകളും എഴുതി അവതരിപ്പിച്ച് ഡയറക്ടറേറ്റിൽ കൊടുക്കാറുണ്ട്. പരിഗണിക്കാം, പിന്നെ നോക്കാം എന്ന് പറയും. കഴിഞ്ഞ 25-ന് പോലും, ജനുവരി 25-ന് ഞങ്ങൾ ഇവിടെ ഒരു സൂചനയായിട്ടൊരു പണിമുടക്ക് നടത്തി. ഞങ്ങൾ പറഞ്ഞു, വരുന്ന ബഡ്ജറ്റിൽ, അതായത് ഫെബ്രുവരിയിൽ വെക്കുന്ന ബഡ്ജറ്റിൽ ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിക്കണം എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ അതിനുള്ള നിവേദനമൊക്കെ മന്ത്രിസഭയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവരന്നേരം നടത്തിയ എന്താ പറയുക, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഭരണസമിതിയായിട്ട് മാറിപ്പോയി. നമ്മുടെ എല്ലാവരും അറിഞ്ഞതാണ്, മന്ത്രിസഭയിലൊക്കെ ചർച്ച ചെയ്തു. രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് LDF കൺവീനർ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ, അതായത് ഇവർ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് എന്ന് മന്ത്രി പറയുന്നു. ചില ആളുകൾ അനുഭാവപൂർവ്വമായി LDF സംവിധാനത്തിൽ തന്നെ നിങ്ങളുടെ ഈ സമരം അത് ആവശ്യകതയുണ്ട്, അത് അനിവാര്യമായിട്ടും സമരത്തിന് അവരെ ഇറക്കി വിടുകയായിരുന്നതടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ പറയുന്ന ഈ സാമ്പത്തിക ബാധ അധികമായി ഉണ്ടാകും, അങ്ങനെയൊക്കെ പറയുമ്പോൾ മനഃപൂർവ്വം കൈയൊഴിയുകയാണോ? നിങ്ങളെ മാത്രം, നിങ്ങളുടെ നിലവിളിയും നിങ്ങളുടെ ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ മനഃപൂർവ്വം മുഖം തിരിക്കുന്നു എന്ന ആവലാതിയാണോ നിങ്ങൾക്കുള്ളത്? തീർച്ചയായും സാർ, ഞങ്ങൾ ഈ 13 ദിവസമായി ഇന്ന് സമരം തുടങ്ങിയിട്ട്. 2 ദിവസം മുമ്പായിട്ടാണ് അവർ PSC ചെയർമാനും മറ്റ് PSC മെമ്പേഴ്സിനും കേന്ദ്ര മന്ത്രാലയമായിട്ട് നമുക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന KV തോമസ് സാറിനും അവർ ലക്ഷങ്ങൾ കൊടുത്തത്, അലവൻസ് അനുവദിച്ചു കൊടുത്തത്. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആശാ വർക്കർമാർക്ക് ഒരു കൊടിയുടെയും പിൻബലത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സഹോദരിമാരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മറ്റ് അനുബന്ധ പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ കൊടിക്ക് ഒരേ ഒരു നിറമേ ഉള്ളൂ സാർ, അത് വിശപ്പിൻ്റെ കൊടിയാണ്. ഞങ്ങളുടെ വിശപ്പിൻ്റെ കൊടിയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കൈക്കുഞ്ഞുങ്ങളും എടുത്ത് ഈ തെരുവോരത്തൂടെ നടന്ന ഒരു അമ്മയാണ് ഞാൻ. അന്നേരം ചോദിച്ച എൻ്റെ വാക്കുകളാണ് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ആശാ വർക്കർമാരുടെയും ഹൃദയത്തെ തൊട്ടുണർത്തിയത്. എനിക്ക് അവരെയോ അവർക്ക് എന്നെയോ അറിയത്തില്ല. പക്ഷെ അവിടെ നിന്ന് വന്ന ഓരോ വ്യക്തികളും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട്, മോളെ നിന്റെ കണ്ണുനീരാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം പട്ടിണിയും ദുരിതവും ഒരുപോലെ അറിയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. എൻ്റെ കണ്ണുനീര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുള്ള ഞാൻ വെയിലത്തുള്ള ഞങ്ങളുടെ യാത്ര, അവരെ വളരെ വേദനിപ്പിച്ചു. എന്നിട്ടും ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മനസാക്ഷി എന്നൊന്നും ഈ സമൂഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിന് ഇടതുമുഖമുള്ള സർക്കാരാണ്.
മുതലാളിത്തത്തിനെതിരെ ശബ്ദിക്കുന്ന സർക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കേണ്ട സർക്കാരാണ്. അവരുടെ മുദ്രാവാക്യവും അവരുടെ പ്രകടന പത്രികയും ഒക്കെ അതിനനുസരിച്ചാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിന് മുന്നിലാണ് അത് ജനങ്ങൾക്ക് വിടുക, ജനങ്ങൾ ചിന്തിക്കുക. 7000 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. മാത്രമല്ല, ഈ മഹാരഥന്മാരുണ്ടല്ലോ, ലക്ഷങ്ങൾ കീശയിലിട്ട് പോയ ആളുകൾ, അതായത് PSCയുടെ ചെയർമാൻമാർ, 21ഓളം അംഗങ്ങൾ, KV തോമസ്, ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഈ പറയുന്ന 26,000 വരുന്ന ഈ സഹോദരിമാർ ചെയ്ത കാര്യങ്ങളും ദയവായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നിപ്പയുടെ കാലത്ത്, മഹാമാരി കോവിഡിൻ്റെ കാലത്ത്, പ്രളയകാലത്ത്, ആരോഗ്യ മേഖലയിൽ ഓരോ വീടുകളിലും ആരൊക്കെയുണ്ട്, എല്ലാവരും വിശപ്പകറ്റിയോ എന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന, അതിലൊക്കെ നമ്മളൊക്കെ അതിൻ്റെ അനുഭവസ്ഥരാണ്. ഈ കേൾക്കുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഈ സമൂഹത്തോടാണ് മുഖം തിരിക്കുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ വലിയൊരു വ്യവസായ മീറ്റ് കോടികളിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വരണം, അത് നാടിൻ്റെ വികസനമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ പാവങ്ങളുടെ ദൂരെയെങ്കും പോകണ്ട, അതുവഴി പോകുമ്പോൾ ഈ ആരോഗ്യമന്ത്രിക്ക് മനസ്സലിവുണ്ടെങ്കിൽ ഈ മനസ്സലിവ്, മനപ്പറ്റെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആ മുന്നിലൂടെ പോകുമ്പോൾ ഇവരോടൊന്ന് വന്ന് ചോദിക്കുക. ഇവർ അറ്റാക്ക് ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന വിഭാഗക്കാരൊന്നുമല്ല. അവരുടെ ഇടയിലേക്ക് ചെന്ന് എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, നമുക്ക് സംസാരിക്കാമല്ലോ, ഒരു മേശയിൽ നിന്ന് ചുറ്റുവരെ സംസാരിക്കാമല്ലോ, നിസ്സാര കാര്യമല്ലേ ചോദിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഐഡിയോളജി ഇല്ലാത്ത സർക്കാർ എന്തുകൊണ്ട് പോകുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ശാലിനി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ, ഒരു സമവായത്തിന് സാധ്യത, അതെന്തെങ്കിലും എവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിയോ മറ്റോ വന്നിട്ടുണ്ടോ ഇതിനോടകം? ഇല്ല സർ, ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ ഞങ്ങളുടെ സമരം തുടങ്ങിയ 5ാമത്തെ ദിവസം ഞങ്ങളുടെ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങളും പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുകൂലമായ ഒരു മറുപടി നമ്മുടെ മന്ത്രിയുടെ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞത്, കൈകൂപ്പിക്കൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ സമരം നിർത്തിപ്പോകണം, ഇപ്പോൾ നമുക്ക് ഒന്നിനും ഒരു നിർവാഹമില്ലെന്ന്. എന്തുകൊണ്ട് നിർവാഹം ഉണ്ടായില്ല? ബജറ്റിന് മുമ്പായിട്ട് ഞങ്ങളുടെ അപേക്ഷ വെച്ചതല്ലേ, ഞങ്ങളെ കൂടെ പരിഗണിക്കണം. ഈ തുച്ഛമായ 7000 രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? സാധനങ്ങൾക്ക് അടിക്കടി വില, 1 കിലോ അരിക്ക് 65 രൂപ, അര കിലോ സാമ്പാർ പരിപ്പ് 82 രൂപ, 1 കിലോ വെളിച്ചെണ്ണയുടെ വില 320 രൂപ. ഇവർ വിൽക്കുന്ന കേരയുടെ വെളിച്ചെണ്ണയാണെങ്കിൽ പോലും അത് 299 രൂപയാണ്. ഞാനൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി പാക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല സാർ. അത് വാങ്ങാനുള്ള സാമ്പത്തിക 2 മാസത്തെ ഓണറേറിയം തുക അനുവദിച്ചു. അത് വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് ഇപ്പോൾ അധികാരികൾ കാണുന്നത്. വലിയ ഏതോ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് പോലെയാണ്. ഇല്ലേ സാർ, അവർ 7000 എന്ന് പറയുമ്പോൾ എന്ത് നീട്ടിയാ പറയുന്നത്? 7000, ഞങ്ങൾ 7000 കൊടുക്കുന്നില്ലേ? ഈ 7000 എന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് സാർ കേരളത്തിലാണ് താമസിക്കുന്നത്, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാധനങ്ങളുടെ വില വർധനയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. നമ്മളിവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് ഒന്നാമത് ഗവൺമെൻറ് മനസ്സിലാക്കണം. നമ്മൾ അരിക്കാകട്ടെ, പച്ചക്കറിക്കാകട്ടെ, മറ്റെന്ത് സാധനത്തിനായിട്ടും, നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിനായാൽ പോലും അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 7000 ഒന്ന് ഉയർത്തിക്കാട്ടുന്നത്? പറയാൻ തന്നെ ഇവർക്ക് ലജ്ജയില്ലേ? ഈ 7000 രൂപ തരുന്നതിൽ തന്നെ വിവിധ തരം ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു. ആ ക്രൈറ്റീരിയകളിൽ വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കുറച്ചിട്ട് എന്നെപ്പോലെയുള്ള ചില ആശമാർക്ക് ചിലപ്പോൾ 5000 ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 4500 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ പറയും ഇൻസെൻറ്റീവ് തരുന്നില്ലേന്ന്. എല്ലാ സംഭവങ്ങൾക്കും മാനദണ്ഡങ്ങളുണ്ട് സാറേ. എപ്പോഴും ഇൻസെൻറ്റീവ് കിട്ടുന്ന ഡ്യൂട്ടികൾ നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് 3 മാസത്തിനകമുള്ള ഗർഭിണി കിട്ടാറില്ല. എപ്പോഴും PPS ചെയ്യുന്നൊരു ആന്റിനേറ്റ് കിട്ടാറില്ല. അല്ലെങ്കിൽ SNC ചെയ്യുന്ന ഒരു വധീകരണത്തിലോട്ട് ഒരു പുരുഷനെ കിട്ടാറില്ല. അതൊക്കെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്? ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് പറയുമ്പോഴാണ് കൂടുതലായി ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ മടങ്ങിയെത്തുന്ന ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, പൊരിവെയിലത്താണ് ഈ നമ്മുടെ അമ്മ പെങ്ങന്മാരും സഹോദരികളും ഒക്കെ തന്നെ ഇങ്ങനെ സമരം ചെയ്യുന്നത് 13 ദിവസമായി. അപ്പോൾ മനസ്സലിവില്ലാത്തൊരു ഭരണകൂടമാണോ ശ്രീ റെജി ലൂക്കോസ്? പ്രയോറിറ്റി, പരിഗണന, ഇവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്. പ്രഥമ പരിഗണന നൽകേണ്ട നമ്മുടെ നാഡീവ്യൂഹമാണ്. റെജി ലൂക്കോസും ഞാനുമൊക്കെ ഇവരുടെ സാന്ത്വന സ്പർശം അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. കേരളത്തിൽ ഒരു കുഞ്ഞു പോലും ഇവർ മോശമാണെന്നോ അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക, ഇവരുടെ സമരം അനാവശ്യമാണെന്ന് പറയില്ല. അവിടെയാണ് സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്ക്. റെജി ലൂക്കോസ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തിലെ സാധാരണക്കാരന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ അടുത്ത് കരസ്പർശമായി ഓടി നിർത്തുന്ന ഈ സഹോദരിമാരെ ഒരിക്കലും ഈ തെരുവിൽ ഇറക്കി സമരത്തിലേക്ക് വലിച്ചൊടിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച അഭിപ്രായമുള്ളതാണ്. കഴിഞ്ഞ ദിവസമായ ഡിബേറ്റിലൊക്കെ ഞാനത് പ്രയോഗിച്ചു.
ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇവർക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ PSCയിലെ അംഗങ്ങൾക്കും അതുപോലെ KV തോമസിനൊക്കെ വലിയ രീതിയിലുള്ള തുകകൾ വർദ്ധിച്ചപ്പോൾ ഒരു ചെറിയ പരിഗണന ഇവർക്ക് നൽകേണ്ടതായിരുന്നു എന്നൊരു പൊതു സംസാരമുണ്ട്. ഞാനും അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ സഹോദരിയെ പോലുള്ളവർ മനസ്സിലാക്കണം, അതായത് ഇന്ത്യയിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിക്കിമാണ്. അത് 10,000 രൂപയാണ് കൊടുക്കുന്നത്. ഉത്തർപ്രദേശ് പോലുള്ള BJP ഭരിക്കുന്നിടത്ത് 1000 രൂപയും. കർണാടകയും ആന്ധ്രയും പശ്ചിമ ബംഗാളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ കണക്കുകൾ കൂടി പരിശോധിക്കണം, അവിടുത്തെ കണക്കുകൾ നോക്കണം. അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. 10,000 രൂപയുടെ കയ്യിൽ വിരമിച്ചു പോകുമ്പോൾ പോലും ആനുകൂല്യമുള്ളപ്പോൾ ഒരു താരതമ്യ പഠനം നമുക്ക് മറ്റെന്തിനും നടത്താം. ഇക്കാര്യത്തിൽ നടക്കില്ല. കാരണം കർണാടക സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുത്തത്. അല്ല, അവർക്ക് വിരമിക്കുമ്പോഴുള്ള 10,000 രൂപ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർക്കിപ്പോ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി അവർക്ക് ലഭിക്കുന്നത് 13,000 രൂപയാണ് കേരളത്തിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേന്ദ്ര സർക്കാർ 100 കോടിയോളം രൂപ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ ഈ മാത്രമായ കേരളത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. വേറെ ഒരു സംസ്ഥാനത്തോട് കൊടുക്കാതില്ല ആശാവർക്കന്മാരുടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതൊന്നും മനസ്സിലാക്കട്ടെ. ഞാൻ അതിലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അതൊക്കെ തീർച്ചയായിട്ടും അത് മറ്റു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകാൻ വഴി തെളിക്കുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനെ മാത്രം പഴി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് 120 കോടി രൂപ ഈ പാവങ്ങളുടെ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റു എല്ലാ സംസ്ഥാനങ്ങളും അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ തുകയെല്ലാം പിടിച്ചോട്ടെ, പക്ഷെ ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ തുക എന്തിനാ പിടിക്കുന്നത്? ഇന്ത്യയിൽ 9,85,000 ആശാവർക്കർമാരുണ്ട് ഈ രാജ്യത്തുടനീളം. അതില് കേരളത്തിൽ 22,000 എന്റെ കണക്ക്, തെറ്റാണെങ്കിൽ തിരുത്താം. ഇത്രയും വരുന്ന ഈ സാധാരണക്കാർ, ഈ പാവങ്ങളെ, അത് തന്നെയല്ല ഇപ്പൊ നമുക്കൊരു ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഭീകരമായ വാർത്തകൾ. പ്രയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പരിഗണനാ വിഷയങ്ങളുടെ ഭാഗമായി ഇവരുടെ കാര്യം എന്താണ് വരാത്തത്? കഴിഞ്ഞ ആഴ്ച ഒരു തട്ടിക്കൂട്ട് പോലെ ഒരു ഇവരെ കാണാൻ തയ്യാറായി, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന ആവശ്യങ്ങൾ എന്താണ്? അവർ രാജ്ഭവനിലെ മുന്നിലല്ല അവർ സമരം ചെയ്യുന്നത്. അവരെ കേൾക്കുമെന്നും അടിസ്ഥാന വിഭാഗത്തിന് ആശ്രയമെന്നും കരുതുന്ന സർക്കാരിന് മുന്നിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ ആകപ്പാടെ കൈമലർത്തുന്ന ഒരു സാഹചര്യം എന്താണത്? അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ അതിന്റെ എല്ലാ വശങ്ങളും സംസാരിച്ചു. അവരെ ബോധ്യപ്പെടുത്താറുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന വസ്തുതകളാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൃഢമായ ശബ്ദത്തിൽ തന്നെ പറഞ്ഞ ഒരു മടിയില്ല. കാരണം ആ പാവങ്ങളെ സമര ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ്. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും ഇങ്ങനെയുള്ളവരോട് കരടുകളോട് ചെയ്യുന്നൊരു സർക്കാർ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ കോൺഗ്രസിനെ പോലുള്ളവർ ഹൈജാക്ക് ചെയ്ത് ഈ സമരത്തിനെ തട്ടിയെടുത്തതൊരു സംശയമുണ്ട്. അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കണമല്ലോ. ഇന്നലെ സുധാകരനോടെന്ന് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവര് മനസ്സിലാക്കുക, ഈ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ എന്നാണ് അവിടെ എത്തുന്നത്? സുധാകരനൊക്കെ എന്നാണ് അവിടെ എത്തുന്നത്? അപ്പോൾ എത്രയോ ദിവസങ്ങളായി അവിടെ അവരുണ്ട്. അന്നൊന്നും അവരാരും എത്തിയിട്ടില്ല. കാര്യങ്ങൾ ഇത്രയും ദുർഗതിയിലേക്ക് പോകുമ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും ആ പാവങ്ങൾ തേടും. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും വരാം. പൊതുപ്രവർത്തകർ നേരത്തെ കേട്ടുവല്ലോ. അതുപോലെ അതുവഴി കടന്നു പോയിട്ടുള്ള ആളുകൾ പോലും ഈ ശാലിനിയുടെ അവസ്ഥയെ കണ്ട് അതിന് കാതുകൊടുത്തു, കേൾക്കാൻ തയ്യാറായി. അവർക്കൊപ്പം വന്നിരിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ, കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് അത് കാണാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ആരോടാണ് ഈ സർക്കാരിന്റെ പ്രതിബദ്ധത? അല്ല പ്രതീക്ഷ, ഞാനത് പറയാൻ കാരണം, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിഷമിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികം. യാതൊരു സാമൂഹിക പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും അവിടെ ഒരു രാഷ്ട്രീയ കണ്ണോടുകൂടി നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രമേശ് ചെന്നിത്തല എത്തും. അദ്ദേഹം എത്തിയില്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ല. സുധാകരൻ എത്തിയില്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ല. VD സതീശൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അദ്ദേഹവും രാഷ്ട്രീയ പണി ചെയ്യാൻ യോഗ്യനല്ല. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ അവരവിടെ എത്തിയത് കൊണ്ട് എന്തോ സംഭവിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്. കൊടുത്തിട്ട് പറയാം ന്യായം. അല്ലാതെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. എന്തുകൊണ്ടാണ് പറഞ്ഞത് പറയാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ലോ പറഞ്ഞത്. അതായത് അവരുടെ കണ്ണീരില്ലാത്തൊരു കാപട്യമുണ്ട് ഈ കോൺഗ്രസ്സുകാരുടെ. കാരണം ഈ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ കേവലം 1000 രൂപ കൊടുത്തോണ്ടിരുന്നത്. അതാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ 7000 രൂപ ആക്കിയത്. 7000 അല്ല 20,000 രൂപ കൊടുത്താലും ആ പാവങ്ങൾക്ക് തികയത്തില്ല. ഒരു സംശയമില്ല. കാരണം ജോലി ചെയ്യുന്ന അവരാ. ഒന്നും തവന്ന്. രണ്ടാമത് അവരുടെ ഭാഗത്ത് ഒരു ചെറിയ നോട്ടപ്പശ വന്നാൽ പോലും അവരുടെ ഇത് പൈസ കട്ട് ചെയ്യും. ഇതെല്ലാം ആ നിയമത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിസ്സഹായരെ കർക്കശമാക്കുകയല്ല വേണ്ടത്, കുറച്ചുകൂടി ലഘൂകരിച്ച് അവർക്ക് അനുകൂലമാക്കിയായിരുന്നില്ലേ ചെയ്യേണ്ടിരുന്നത്. കാരണം നോക്കൂ, ഒരു പോളിയോ അല്ലെ നിർമ്മാർജ്ജന പദ്ധതിയുമായിട്ട് എന്തെങ്കിലും പരിപാടി വന്നാൽ പോലും അതിനു മുൻപ് ആ മഹായജ്ഞത്തിന് മുൻപ് ചില തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അങ്ങ് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവർ. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിവസം 75 രൂപയോ മറ്റോ, അത് ഒരു ദിവസത്തെയാണോന്ന് എനിക്കറിയില്ല, അതോ മൊത്തം 2, 3, 4 ദിവസത്തെ എന്നറിയത്തില്ല. 75 രൂപയാണ് കൈ കിട്ടുന്നത്. വണ്ടിക്കൂലിക്ക് പോലും തികയില്ല.
അല്ല, ഇവരെ തൊഴുകയോടെ നമ്മൾ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ പറയണല്ലോ ചർച്ചയിൽ. അതായത് കോവിഡ് കാലത്ത് കേരളത്തിലെ ഓരോ മനുഷ്യരും മരണം മുന്നിൽ കണ്ട് ഭയന്ന് ജീവിക്കുന്ന കാലത്ത് പിന്നെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോലും അകലുമായിരുന്നു കോവിഡ് രോഗി ഉണ്ടെന്ന് പറഞ്ഞാൽ. അവിടെ കോവിഡ് രോഗികളുടെ ക്ഷേമാന്വേഷിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും ഈ പാവം സ്ത്രീകൾ നടത്തിയ സേവനങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്. ഞാൻ ക്വാറന്റൈനിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുമ്പോൾ എന്റെ വീട്ടിലെ എല്ലാ അതർ ഡേയ്സിലും ഈ പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഈ സഹോദരിമാരെത്തുമായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം വീട്ടിലുള്ളവർക്ക് പോലും നമ്മുടെ അടുത്തെടുക്കാൻ ഭയക്കുമ്പോഴാണ് ഈ പാവ സ്ത്രീകള് ആ കേരളം മുഴുവനും ഒരു പരിധിവരെ കേരളത്തിലെ കോവിഡ് രോഗികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ അവരുടെ കരങ്ങളില്ല. സർക്കാർ എത്ര പിന്തുണ കൊടുത്താലും ഈ പാവങ്ങളാണത് അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അവരെയൊക്കെ കുറ്റപ്പെടുത്തി നമ്മുടെ വായിന്നൊരു വാക്ക് വരത്തില്ല. മനുഷ്യവൃത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറയുന്നു, സർക്കാർ എത്ര വിട്ടുവീഴ്ച ചെയ്താലും ഒരുപക്ഷെ ഇനി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടിയില്ലെങ്കിലും പിന്നെ ധനകാര്യ വകുപ്പ് അതിൽ കരുണ കാണിച്ച് ആരോഗ്യവകുപ്പോട് കൂടി ചർച്ച ചെയ്ത് അതാണ്. കാരണം പാവങ്ങളുടെ പാർട്ടിയാണ് CPM എന്ന് നമ്മൾ ജനിക്കുമ്പോഴേ കേട്ടിട്ടുള്ളതാണ്. പാവങ്ങളുടെ പാർട്ടി. അപ്പോൾ എന്താണ് ആ ഐഡിയോളജിക്ക് മുന്നിൽ, ഈ പാവങ്ങൾക്ക് മുൻപിൽ മുഖം കൊടുക്കാതെ ഈ മന്ത്രിമാർ പോകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ KV തോമസ് സമൂഹത്തിന് വേണ്ടി ഡൽഹിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. ആ സ്ഥാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്ത് എന്ന വളരെ സാമാന്യജനം ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? രണ്ട്, ഈ പറയുന്ന ശരാശരി ഒരു എന്താ പറയുക 1 ലക്ഷത്തിലേറെ ശമ്പളം കൈകളിലേക്ക് വരുന്ന ആളുകളുടെ ജീവിത നിലവാരം അറിയാമല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അവരൊരു ശുപാർശ കൊടുത്തപ്പോൾ അതിൽ ധനവകുപ്പ് പെട്ടെന്നാണ് ഒപ്പിട്ട് പാസ്സാക്കിയത്. KV തോമസ് അവിടെ നിന്ന് 5 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും ശുപാർശയായി പെട്ടെന്ന് പ്രഥമ പരിഗണനയുടെ ധനമന്ത്രാലയത്തിന് മുന്നിലേക്ക് ധനവകുപ്പിന് മുന്നിലേക്ക് എത്തി. ഈ പാവങ്ങൾ എത്രയോ നാളായി അവർ ചോദിച്ച് പതിവ് പല്ലവി ആവർത്തിച്ചു. ഒടുവിൽ സെക്രട്ടേറിയറ്റിന്റെ പടിക്കിലേക്ക് എത്തുമ്പോൾ അവരെ വിരട്ടാനും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള ശുഷ്കാന്തി മാത്രമാണ് ഈ 13ാം നാൾ എത്തുമ്പോഴും ഉള്ളത് എന്ന് ബഹുമാന്യ കാഴ്ചക്കാർ അത് കേൾക്കേണ്ടതാണ്. ഉണ്ടാകേണ്ട ഒരു ഇടവേള എടുത്ത ശേഷം നമുക്ക് അതിവേഗം തിരികെ ആശാവർക്കർമാർ എന്ന വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനിലാനിയുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് BJP നേതാവ് പറയുകയാണ്. 913 കോടി 25 ലക്ഷമാണ് കേന്ദ്രം നൽകേണ്ടത്. അതിലും കൂടുതലായി 938.8 കോടി നൽകിയെന്ന് അനിൽ ആന്റണി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. Almost 26,000 ASHA workers have been denied their salaries for a period ranging from 2 to 6 months. The Health Minister of Kerala, Srimati Veena George, in recent days had issued a statement, once again trying to divert attention from the state's inefficiencies and governmental failures by again trying to blame the central government. The Kerala government claims that there are pending dues from the central government, which is responsible for the strikes in Kerala and the pending payments. അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തെന്ന് പറയുന്നു, ഇവർ പറയുന്നു അവിടുന്ന് കിട്ടിയില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ നട്ടം തിരിയുന്നത് ഈ പാവങ്ങളാണ്. ശാലിനി കേട്ടുവല്ലോ, അവിടെ BJP നേതാക്കൾ പറയുന്നു അവർ അളവ് കൊടുക്കേണ്ടതിനാൽ കൂടുതൽ കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അവിടുന്ന് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? ഇനി നിങ്ങൾ ഏത് രീതിയിൽ സമരം ഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്? ശാലിനി, കേൾക്കാമോ? ശാലിനിയിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇനിയൊരു സമവായം ഇക്കാര്യത്തിൽ ഉടനടി ശീഘ്രം ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരുപാട് 13 ദിവസം പിന്നിടുമെന്ന് പറയുമ്പോൾ ആ സമരം ഒരു വല്ലാത്ത സമരമാണ്. കാലാവസ്ഥ നമുക്കറിയാം. മാത്രമല്ല ഇവരൊക്കെ ഓരോ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളിലും ഊരുകളിലും ചെന്ന് അവരുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കർത്തവ്യമായി ഏറ്റെടുത്ത്, കാരണം ഈ വിഷമാവസ്ഥയിലും അവർ പൊയ്ക്കൊണ്ടിരുന്നവരാണ്. ഗതികെട്ടങ്ങ് അടപടലം വീണു പോകുന്ന സമയത്താണ് ഒരു സമരമാർഗത്തിലേക്ക് ആ ദിവസവും മാറ്റിവെച്ച് അവർക്ക് വരേണ്ടി വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഈ സമരത്തിൻ്റെ മുഖം ഇതാണ്, ഇതിൻ്റെ ന്യായ വസ്തുതകൾ ഇതാണ് എന്ന് ഉടനടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എന്നോടാണോ? അതെ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ റെജി ലൂക്കോസ് അതെ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. അനിൽ ആന്റണി പറഞ്ഞ ഒരു നുണയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയും.
ജോൺ ബ്രിട്ടാസ് എംപിയും കെ രാധാകൃഷ്ണൻ എംപിയും പാർലമെന്റിലെ ഇരു സഭകളിൽ ഈ വിഷയം ഉന്നയിച്ചതാണ്. കൂടാതെ 6ഓളം പ്രാവശ്യം ഇടതുപക്ഷ സംഘടനകൾ ഡൽഹിയിൽ ഈ അനീതിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ പണം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അപ്പൊ പിന്നെ എവിടുന്നാണ് ഈ കണക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തുന്നു. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനം BJP-ക്കാർ പോലും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതോടെ മാറി നിൽക്കട്ടെ. അവർ പതിവായിട്ട് പറയേണ്ടത് നമുക്ക് BJP-ക്ക് എക്കാലവും എന്താണ്, MP-മാര് കേരളത്തിലില്ല. അപ്പോൾ ഒരു MP-യെ കേരളം കൊടുത്തു, സമ്മാനിച്ചു, മന്ത്രിയാണ് അദ്ദേഹവും, ഈ മാനുഷിക മുഖമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത്രയും ദിവസങ്ങളായിട്ടും ഇതൊരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് മാത്രം പോകാതെ അവരെ കുറിച്ച് അന്വേഷിക്കാം. 2 കേന്ദ്രമന്ത്രിമാർ നമ്മുടെ ഇവിടെ നിന്നുണ്ട്. ഇതൊരു സ്ഥായിയായ ഇഷ്യൂ ആണ്, സ്ഥായിയായ പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം, മറ്റേതിനോടും കേന്ദ്രം മുഖം തിരിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്കൊരു B പ്ലാൻ ഉണ്ട്, നമുക്കത് ധനസമാഹരണം കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ആർജവം ഇവരുടെ കാര്യത്തിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അല്ല, ഇവരുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയക്കുണ്ടെന്നപ്പോ കേരളത്തിൽ ഒന്ന് മടങ്ങിയപ്പോൾ മുൻ മന്ത്രി C ദിവാകരൻ കൂടി ചേരുന്നുണ്ട്. CD അങ്ങ് കണ്ടു കാണുമല്ലോ, അങ്ങയുടെ അഭിപ്രായവും ഞാൻ കേട്ടു. കാരണം ഈ പാവങ്ങൾ പുരുവെയിലത്ത് തിരുവനന്തപുരത്ത് എന്നിങ്ങനെ കഷ്ടപ്പെട്ട് സമരം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാരൊക്കെ. അവിടെയാണ് അവർ ചോദിക്കുന്നത് KV തോമസിന് കൊടുത്ത ലക്ഷങ്ങളോ അല്ലെങ്കിൽ PSC മെമ്പർമാർക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളോ അതിനൊക്കെ എടുത്ത വേഗത, ഇതൊക്കെ നമുക്ക് താരതമ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണം ഈ പാവങ്ങളിനെ? അല്ല, ഞാനത് രാവിലെ മാധ്യമങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ആവശ്യങ്ങളുടെ മെരിറ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് വളരെ പാവപ്പെട്ട സ്ത്രീകളാണ്. സ്ത്രീ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഒരു പ്രത്യേക പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ആ നിലയിലെങ്കിലും ജീവകാരുണ്യപരമായി പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ വലിയ നൂലാമാലയൊന്നുമില്ല. അവരുടെ ദിവാകരൻ അങ്ങൊക്കെ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടത് മുഖമുണ്ട്, ഒരു ഇടത് എന്ന് പറയുമ്പോൾ ഒരു അനുഭാവമുള്ള ഒരു സർക്കാരാണെന്ന് വിചാരിക്കുകയാണ്. കാരണം പാവങ്ങളുടെ വിഷയമാണ്. അവിടെ ഒരു പ്രയോറിറ്റി മറ്റൊന്നും മാറ്റിവെക്കാതെ ആദ്യം എടുക്കേണ്ട ഫയല് അതാണ്. ചുവപ്പ് നാടയിൽ പെട്ടുപോകാതെ ആദ്യം എടുക്കേണ്ട ഫയൽ. അങ്ങനെ ഒരു അനുകമ്പ എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് മുന്നിൽ ഈ കാലതാമസം വരുത്തുന്നു? അതൊരു പ്രധാന പ്രശ്നമല്ലേ CD? അനുകമ്പ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും വേഗത കൂടിയാണ് ചൂണ്ടിക്കാട്ടിയത്. വേഗത പ്രയാറ്റി കാര്യത്തിലൊക്കെ എനിക്ക് അഭിപ്രായത്തില്ല. പ്രയാറ്റി അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആനുകൂല്യം വാങ്ങട്ടെ. പക്ഷെ അല്ല ശരി, നമ്മോട് മുണ്ടുമുറുക്കി ഉടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങടക്കം ഭരിക്കുമ്പോഴൊക്കെ ആ പാവങ്ങൾ അത് എല്ലാവരും അത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മോശമായ സാമ്പത്തിക അവസ്ഥ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഘട്ടത്തിലാണ് അതിവേഗം ഫയൽ തീർപ്പാക്കി PSC മെമ്പർമാരുടെയും ചെയർമാൻ്റെയും ഡൽഹിയിലെ KV തോമസിൻ്റെയും ഒക്കെ ഫയലുകൾ തീർപ്പാകുന്നത്. അവർ ചെയ്ത സേവനങ്ങളും ഈ പാവങ്ങൾ ചെയ്ത 26,000-ഓളം വരുന്ന സ്ത്രീകൾ അങ്ങും അനുഭവിച്ചു കാണും ആ സാന്ത്വന കരങ്ങൾ, അവരുടേതായ കരങ്ങൾ. നമ്മളൊക്കെ കോവിഡ് മഹാമാരി കാലമൊക്കെ നമ്മുടെ മുന്നിലുണ്ടോ, നിപ്പയുടെ കാലം, പ്രളയത്തിൻ്റെ കാലം, ഇതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ല. അവിടെയാണ് ഈ പ്രയോറിറ്റിയും വേഗതയും ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, അവരുടെ സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സേവനം തുടരേണ്ടതാണ്. അവരില്ലാതെ നമ്മളേതുപോലെ ഒരു സ്റ്റേറ്റിലെ ഈ ആരോഗ്യ സംരക്ഷണവും ശുചീകരണവും അവരില്ലാതെ സംരക്ഷിക്കാൻ പറ്റില്ല. അതെല്ലാം ബന്ധപ്പെട്ട ഭരണാധികാരികളും ഗവൺമെന്റും ആലോചിക്കേണ്ടതാണ്. ഇതിനകത്തൊരു പിടിവാശിയുടെയും ദുർവാശിയുടെയും കാര്യമില്ല. ഒരു പ്രശ്നത്തില് മറ്റു മന്ത്രിമാര് ഇടപെടുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിളിച്ച് അവരുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ച് മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒരു റോള് വേണ്ടതാണ്. അവരുടെ നിർദ്ദേശം വേണം, ഇടപെടൽ വേണം. പാർട്ടി നേതൃത്വവും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു വിഷയമല്ലേ? അല്ല, അത് ശരിയാണ്. പാർട്ടി നേതൃത്വം അല്ലല്ലോ, ഇത് ഭരണപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭരണക്കാര് തന്നെയാണ് ചെയ്യേണ്ടത്. പാർട്ടിയൊന്നും ഒരു പാർട്ടിയും എതിരൊന്നും അല്ലല്ലോ. ഈ പാവപ്പെട്ട ആൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം അവർക്ക് അടിസ്ഥാനമായിട്ട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് തന്നെയാണ് സമൂഹം ആഗ്രഹിക്കുന്നത്, എല്ലാ ഭരണക്കാരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം തീരണം, അതിനെ അധികം നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു
പ്രശ്ന പരിഹാരത്തിന്റെ വഴി ഞാൻ പറഞ്ഞത്. എല്ലാവരും അടച്ചു വയ്ക്കുമ്പോൾ സാധാരണ മുഖ്യമന്ത്രി എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് അവസാനം തീരുമാനം ഉണ്ടാക്കാൻ ഉള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് തീർക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, വളരെയധികം നന്ദി ശ്രീ ദിവാകരൻ, മുൻ മന്ത്രി പ്രതികരിച്ചതിന്. അദ്ദേഹത്തിനും അറിയാം കാര്യങ്ങൾ. കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ 5 മിനിറ്റ്, ഈ 14 ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റ് എടുത്തിരുന്നെങ്കിൽ ഇത് വഷളാകില്ല. പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ പൊരിവെയിലത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. ശാലിനി, അവസാനമായി കേട്ടുവല്ലോ, ശ്രീ ദിവാകരനാണ് സംസാരിച്ചത്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു 5 മിനിറ്റ് പിണറായി വിജയൻ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളുടെ പരിഗണനയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പരിഗണനാ വിഷയമായി ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇത് എത്തുന്നില്ല എന്ന അവസ്ഥയാണോ ഉള്ളത്? ശരിയാണ് സാർ, തീർച്ചയായും മുൻ മന്ത്രി ശ്രീ ദിവാകരൻ സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ്റെ തുമ്പത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് എണീറ്റ് ഞങ്ങളെ വന്ന് കാണണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മന്ത്രി സഭയോടൊന്ന് പറഞ്ഞിട്ട് അവരുടെ നേതാക്കളെ ഒന്ന് വിളിക്ക്, നമുക്ക് സംസാരിക്കാം. സാർ, ഞങ്ങൾ ഈ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന തൊഴിലാളി വർഗമാണ്. ഞങ്ങളെ കൂടാതെ അവർക്ക് നേടാൻ പറ്റുമോ? അവരുടെയും രണ്ടാമത്തെ അവർക്ക് ഈ ഭരണ തുടർച്ച കിട്ടാൻ കാരണക്കാരായവർ പോലും ഞങ്ങൾ ഈ ആശാ വർക്കേഴ്സാണ്. കോവിഡ് കാലത്ത് അവർ കൊടുത്ത സേവനങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയിട്ടാണല്ലോ ജനങ്ങൾ അവർ രണ്ടാമത് ഭരണ ചുമതല ഏൽപ്പിക്കാൻ കാരണം. ഇപ്പോൾ ഞങ്ങൾ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ പറയുന്നത് എന്തെന്നറിയാമോ? നിങ്ങൾ കൊടുത്തിട്ടല്ലേ, നിങ്ങളും പറഞ്ഞല്ലേ വോട്ട് കൊടുക്കാൻ. ഇപ്പം എന്തായി? ഇപ്പം നിങ്ങൾക്ക് കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല അല്ലേ? അവിടെ ചെന്ന് മുഖ്യമന്ത്രി വയറൊക്കെ കിട്ടിയല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ചിലർ ഞങ്ങൾ അധിക്ഷേപിക്കുന്നത് ഇവർക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ കിട്ടുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം. അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു വെളിപ്പാടകലെ പട്ടിണി പാവങ്ങളുടെ സർക്കാരാണെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവരല്ലേ ഇവരെത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവർ വയലാറിൻ്റെ അവിടെ പുന്നപ്ര ലഹളയെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും പല വാതോരാതെ പഴയ ഓരോ പോരാട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടില്ലേ? കല്ലുമാല സമരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? നങ്ങേലി നടത്തിയ സമരത്തെക്കുറിച്ച് പറയാറില്ലേ? അക്കമ്മ ചെറിയന്റെ സമരത്തെക്കുറിച്ച് അവർ വാഴ്ത്തിപ്പാടിയിട്ടില്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. പറച്ചിലിനും സിദ്ധാന്തങ്ങൾക്കും ഒരു കുറവുമില്ല. അത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നു, പല രീതിയിൽ പല ഭാവത്തിൽ. പക്ഷേ നിങ്ങളെങ്ങനെ പിറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന രീതിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈ 13 എന്നത് ഈ 13-ാം നാളെങ്കിലും പരിഹരിക്കപ്പെടട്ടെ. വല്ലാത്ത വെയിലാണ് ആശയേറ്റുകൊണ്ട് നമ്മുടെ ആശാ വർക്കർമാർ തെരുവിലിറങ്ങി പട്ടിണി സമരം അനുഷ്ഠിക്കുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പ്രതികരിച്ച എല്ലാവർക്കും.